അവളെ അയാൾ ഒരുപാട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴുത്തിന് കയറി പിടിക്കുകയും അതേപോലെ അവളെ ബർത്ത്ഡേക്ക് മുമ്പ് ഞാനും എൻ്റെ വേറെ ഫ്രണ്ടും കൂടെ വീട്ടിൽ പോയപ്പോൾ അവളെ മുഖത്തും കയ്യിലൊക്കെ ആകെ അടിച്ച പാടും ഒക്കെ ഉണ്ടായിരുന്നു. അത് അയാളുടെ അമ്മയ്ക്കൊക്കെ അറിയായിരുന്നു. അന്ന് രാവിലെ അയാൾ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് അതൊക്കെ ചെയ്തേ, അടിക്കുകയൊക്കെ ചെയ്തിരുന്നത്. എന്നിട്ട് ഉച്ച വരെയായിട്ട് ആ കുട്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടും അവരമ്മയൊന്ന് തിരിഞ്ഞു നോക്കുകയൊന്നും ചെയ്തിട്ടില്ല എന്തായതാന്ന്. എന്നിട്ട് ഞാനും അവനും കൂടെ പോയപ്പോൾ അപ്പോഴവളൊന്ന് എഴുന്നേക്കുന്നത്, ആ റൂമിൽ നിന്ന് അവളൊന്ന് പുറത്തിറങ്ങി കുളിക്കുന്ന അപ്പോഴാണ്. അപ്പം ഞാൻ ചോദിച്ചു ഇത് എന്താണെന്ന് ചോദിച്ചു. എനിക്ക് അപ്പോഴേ മനസ്സിലായി. എന്നിട്ട് ഞാൻ അവളെ എൻ്റെ വീട്ടിൽ തിരിച്ചു വന്ന് ജസ്റ്റ് വീട്ടിൽ സൂചിപ്പിച്ചായിരുന്നു. അവളെ സംബന്ധിച്ച് എന്താ വെച്ചാൽ അവൾക്കൊരു ജോലി ഉണ്ടായിരുന്നില്ല. അവൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അവളെ പഠിക്കാൻ അയാളൊരു സമാധാനം പോലും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അയാളെപ്പോഴും ഫിസിക്കലി ഒക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുമായിരുന്നു. അവൾ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യുമായിരുന്നു. അവൾക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അവൾക്ക് മറ്റു പല ബന്ധങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ അയാൾ വെറുതെ ആരോപണമൊക്കെ പറയുമായിരുന്നു. അവൾ അത്രയും കരഞ്ഞിട്ടാണ് എനിക്ക് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തിരുന്നത്. അവൾ എത്ര സിൻസിയറായിട്ട് നിന്നാലും അയാൾ ഒരുപാട് ഉപദ്രവിക്കും. അയാൾക്ക് മറ്റു പല സ്ത്രീകളായിട്ട് ബന്ധങ്ങളുണ്ടായിരുന്നു എന്ന് അവൾക്ക് സംശയം ഉണ്ടായിരുന്നു. അയാൾ ഏതൊക്കെയോ പാർക്കിൽ പോകുന്നതിൻ്റെയൊക്കെ അവൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവളുടെ വീട്ടുകാരെ വരെ മീറ്റ് ചെയ്യാൻ പോകുന്ന, അച്ഛനെയൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കാണാൻ പോകുന്നവരെ അവളെ വീട്ടിൽ പോകാൻ പോലും അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. എൻ്റെ അടുത്തോട്ടൊന്ന് വന്നോട്ടെ എന്ന് ചോദിച്ചിട്ട് പോലും അയാൾക്ക് എന്നെ പോലും ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം എന്നോട് ഇനി എല്ലാം പറഞ്ഞാലോ, അങ്ങനെ ഇനി അയാളെ നെഗറ്റീവായിട്ട് വന്നാലോ എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ ഭയങ്കര ടോർച്ചറിങ് ആയിരുന്നു. അവളൊന്ന് പുറത്തിറക്കുന്നുണ്ടായിരുന്നില്ല. അവൾ രാവിലെ എണീറ്റ് ആ വീട്ടിലെ സകലമാന പണിയും ചെയ്ത് അത് കഴിഞ്ഞിട്ട് അയാൾ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുത്ത് അങ്ങനെയായിരുന്നു. അവളൊന്ന് പുറത്തിറങ്ങാനോ ഒന്ന് പുറത്ത് കൊണ്ടുപോകാനോ ഒന്നിനും ആക്കുന്നുണ്ടായിരുന്നില്ല. അവൾ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ ഭയങ്കര മോശമായിട്ട് തന്നെ അവളതിന് സമ്മതിച്ചില്ലെങ്കിൽ അവൾക്ക് വേറെ ആളുകളായിട്ട് ബന്ധമുള്ളതുകൊണ്ടാണ് നീ സമ്മതിക്കാത്ത, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ വെറുതെ. അവളെ സംബന്ധിച്ച് അവൾ ഒരിക്കലും അങ്ങനെ ഒരു കുട്ടിയല്ല. അവളിതിനു മുമ്പ് കഴുത്തിന് കയറി പിടിച്ചിട്ടുണ്ട്. അതേപോലെ അവളെ ഫോഴ്സ് ചെയ്ത് സെക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യും. അവൾ സംസാരിക്കട്ടെ, എന്നോടൊന്ന് സംസാരിക്കട്ടാന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ ഉടനെ ഇതാ ചെയ്യുക, ഇത് മതി, അയാൾക്കിത് മതി. എന്നിട്ട് അവൾ വിട്ടു പോകുമെന്ന് പറയുമ്പോൾ ഉടനെ അയാളെ സംബന്ധിച്ച് അയാളെ ചുറ്റിക്കളി പുറത്തറിയാണ്ടിരിക്കാൻ അയാളെ വീട്ടിൽ അയാളെ അമ്മയ്ക്ക് കൂട്ടായിട്ട് ഒരു ഭാര്യ പദവി വേണമായിരുന്നു. അതായിരുന്നു ഇവൾക്കാണെങ്കിൽ ഒരു ജോലി ഉണ്ടായിരുന്നില്ല. സോ വീട്ടിൽ തന്നെ ഇരുന്നോളും, വീട്ടുപണിയും ചെയ്ത് വീട്ടിൽ തന്നെ ഇരുന്നോളും. അതേപോലെ ബാങ്ക് കോച്ചിങ്ങിന് അവളെ കോഴിക്കോട് കൊണ്ടാക്കിയായിരുന്നു ഹോസ്റ്റലിൽ. അവൾക്കതൊട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. ആ ഒരു ഹോസ്റ്റൽ റൂമിൽ അവൾ ഒറ്റയ്ക്കായിരുന്നു. പറ്റുന്നുണ്ടായിരുന്നു. അവൾ കരഞ്ഞ് കാല് പിടിച്ച് അയാളോട് പറഞ്ഞു ഞാൻ വന്നോട്ടെ. അയാൾ സമ്മതിച്ചില്ല. അയാൾ അതേപോലെ തന്നെ അവളെ വീട്ടിൽ എടുത്തിട്ട് അയാൾ വേറെ പല എങ്ങോട്ടൊക്കെയോ കറങ്ങാനും ഒക്കെ പോകാറുണ്ടായിരുന്നു. ഇതിൻ്റെ അവളെ ഫോണിൽ അവൾ കുറേ കാര്യങ്ങൾ തെളിവായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് അയാൾ കളയുക ചെയ്തത് ഫോണിൽ നിന്ന്. ഇടയ്ക്കിടയ്ക്ക് അവളെ ഫോണ് റീസ്റ്റാർട്ട് അങ്ങനെ എന്തോ ചെയ്തിട്ട് അത് കളയുമായിരുന്നു. അവളേതൊന്നും ഉണ്ടായിരുന്നില്ല. അയാൾ ബാഗിൽ എപ്പോഴും കോണ്ടം പാക്കറ്റ് കരുതിയിട്ടാണ് പോവുക. ഒരിക്കലും നോർമലായിട്ട് ജോലിക്ക് പോകേണ്ട ഒരാൾ ഒരിക്കലും അത് ബാഗിൽ കരുതില്ല. കാരണം സ്വന്തമായിട്ടൊരു ഭാര്യ ഉള്ളപ്പോൾ എന്തിനാ അത് വെറുതെ കരുതുന്നത്. അതേപോലെ തന്നെ അയാൾ ഫോണിലേക്ക് കുറേ പേരെ ഭയങ്കരമായിട്ട് നിരന്തരമായിട്ട് അയാൾ കോൺടാക്ട് ചെയ്തിരുന്ന ലേഡീസിൻ്റെ നമ്പറൊക്കെ അവളെ കയ്യിലുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അവൾക്ക് സംശയരോഗമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞാൽ അവളെ കുറേ ഉപദ്രവിക്കുമായിരുന്നു. അതേപോലെ തന്നെ അവളായിട്ട് ഇത് ചെയ്തതിന് ശേഷം, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം അയാൾ പിന്നെ നിന്നെ മറ്റു പലരും ഈ രീതിയിൽ പിടിച്ചില്ലേ, നിന്നെ അവിടെ പിടിച്ചില്ലേ, ഇവിടെ അവരൊക്കെ പിടിക്കാറില്ല, ആ രീതിയിലൊക്കെ അവൾ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. വെറുതെ അതിനകത്ത് പറയാം. അവളൊരിക്കലും അങ്ങനെ ഒരു പെൺകുട്ടിയല്ലായിരുന്നു. അവളവളെ അച്ഛനെ കാണാൻ വേണ്ടി മലപ്പുറത്ത് പോയപ്പോൾ അവൾ വേറൊരുത്തൻ്റെ കൂടെ കറങ്ങാൻ പോയതാണ്, വേറൊരുത്തൻ്റെ കൂടെ കിടക്കാൻ പോയതാണ്, ഈ രീതിയിലൊക്കെ വെറുതെ ആരോപണങ്ങൾ പറഞ്ഞ് വെറുതെ അവൾ അത്രയും മാനസികമായിട്ട് ബുദ്ധിമുട്ടുകയായിരുന്നു. അവളന്ന് മരിക്കുന്നതിന് മുമ്പ് ഉച്ചയ്ക്ക് വരെ എനിക്ക് മെസ്സേജ് അയച്ചത്, എന്നെ വിളിച്ചായിരുന്നു. എനിക്ക് പറ്റുന്നില്ല, അയാൾക്ക് അവളെ ശരീരം മാത്രം മതി, അയാളൊന്ന് സംസാരിക്കുമോ. അവർ മിണ്ട് പോലുമില്ല. അവരമ്മയാണെങ്കിലും ഒരു ദിവസം അവരെ മുമ്പ് അവളെ ഉപദ്രവിച്ച് സോഫയ്ക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അതിൻ്റെ എതിരെ കേസിൻ്റെ കാര്യം അവളെ ഇനി ഉപദ്രവിക്കുകയാണെങ്കിൽ കേസ് കൊടുക്കുന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ അവരമ്മ പറഞ്ഞതാണ് നീ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ആരും നിങ്ങളെ കൂടെ നിൽക്കില്ല എന്നുള്ള രീതിയിൽ. അതുപോലെ അവളെ നാത്തൂനോട് അവളെല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരുന്നതാണ്. അവൾ ഇതിനു മുമ്പ് ഒരു സൂസൈഡ് അറ്റംപ്റ്റ് ചെയ്തതാണ്
വിവാഹത്തിന് മുമ്പ് അവൾ ചെയ്തതാണ്. അതൊക്കെ അവരുടെ ഫാമിലിക്ക്, ഹസ്ബൻഡിൻ്റെ ഫാമിലിക്കൊക്കെ നന്നായിട്ട് അറിയാം. പക്ഷെ അവരാണെങ്കിലും ഒന്ന് കരുതൊന്നും ചെയ്തില്ല. അവളെ സംബന്ധിച്ച് അവൾക്കൊരു ജോലിയില്ല, പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയാണ്. ഒരു ജോലിയായിട്ട് ഇതെല്ലാം അവസാനിപ്പിക്കുക എന്നുള്ള രീതിയിൽ തന്നെ അവൾ നിന്നിരുന്നത്. പിന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അയാളെ എത്ര മനസ്സിലാക്കിയില്ലെങ്കിലും അവൾക്ക് ഭയങ്കര കാര്യമായിരുന്നു. അവൾ ശരിയാകും, ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട്, നീ നിർത്തിപ്പോര്, കുഴപ്പമില്ല, ജോലിയല്ലേ, നമുക്ക് ഇവിടുന്ന് റെഡിയാക്കാം, നീ നിർത്തിപ്പോര്. അച്ഛനും അമ്മയും അവർ ഫാമിലി ആണെങ്കിലും സ്വീകരിക്കും, അവർക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. പക്ഷെ അവളെ സംബന്ധിച്ച് പ്രായമായിട്ടുള്ള അച്ഛനാണ്, ഇനി അച്ഛൻ നോക്കണ്ടേ, ഒരു ജോലിയായിട്ടാണെന്നുണ്ടെങ്കിൽ, നല്ലൊരു ജോലിയായിട്ടാണെന്നുണ്ടെങ്കിൽ അവൾ സെക്യൂർഡാണ്, സേഫാണ്, അവൾക്ക് കുഴപ്പമില്ലല്ലോ, അവൾക്ക് ജീവിക്കാമല്ലോ. ഞാൻ ജോലിയായിട്ട് ഇയാൾക്കെതിരെ എൻ്റെ ഫോണിലുള്ള എല്ലാ തെളിവും ഞാൻ ഇതാക്കും. കാരണം അയാൾ കുറേ ആരോപണങ്ങൾ പറഞ്ഞു അവൾ ഉപേക്ഷിച്ചിട്ട് പോകുമെന്ന് പറയുമ്പോൾ നിനക്ക് മറ്റു പലരോട് ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ ഞാൻ പറയും, ഞാനത് പറഞ്ഞുണ്ടാക്കും, നിന്നെ സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല, ഈ രീതിയിൽ നിൻ്റെ ഫാമിലിയെ ഞാൻ നാണം കെടുത്തു, ഈ രീതിയിൽ അവൾ ഒരുപാട് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ട്. അവൾ പറഞ്ഞാൽ അവൾ പാവം കുട്ടി, അവൾക്ക് അങ്ങനെ ഇങ്ങനത്തെ സിറ്റുവേഷനൊന്നും അവൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു കുട്ടിയല്ല. അവരുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ അച്ഛനൊക്കെ ആണെങ്കിൽ അത്രയും ഭയങ്കര സ്നേഹത്തോടെ അങ്ങനെ കൊണ്ടു നടന്ന ഒരാളാണ്. സോ ഇങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ഇയാളെന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ട് മീൻസ് അവളെ മൂത്ത ചേച്ചീൻ്റെ ചെറിയ കുട്ടീനെ വരെ അത്ര അനാവശ്യം പറഞ്ഞിട്ടുണ്ട്. അവരെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ളതുകൊണ്ട് എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എന്നെ കാണാൻ വരുന്ന സമ്മതിക്കില്ല, ചേച്ചിമാരെ കുറിച്ച്, ആ കുഞ്ഞുങ്ങളെക്കുറിച്ച് അത്രയും മോശമായിട്ട് അവളോട് പറഞ്ഞിട്ടുണ്ട്. അത്രയും തെറിയൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന അവളുടെ ഫോണ് അയാൾ വാട്സപ്പൊക്കെ അവൾ അറിയാണ്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ ശരിക്കും ഞങ്ങൾ വാട്സപ്പിലൊന്നും അങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് തന്നെ പേടിയായിരുന്നു അയാൾ പ്രശ്നമാക്കും എന്നുള്ള രീതിയിൽ. എന്നിട്ട് അയാൾ നോക്കും, ഫോൺ ചെക്ക് ചെയ്യും, അതുപോലെ വാട്സപ്പിൽ അയാൾ ചെക്ക് ചെയ്യാറുണ്ടായിരുന്നു. അയാൾ അറിയാണ്ട് ടെലിഗ്രാമിലൊക്കെ ആയിരുന്നു ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ശരിക്കും വിളിക്കുമ്പോൾ പോലും അവൾ ഫ്രീ ആയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. ചില സമയത്ത് അയാളുണ്ടായിട്ട് അയാൾ കോള് ചെയ്തിട്ട് അവളെ കൊണ്ട് നിർബന്ധിപ്പിക്കും. അവൾ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിട്ട് നിർബന്ധിക്കും, സംസാരിക്കും, എന്നോടൊക്കെ സംസാരിക്കാൻ. അയാൾക്കറിയാം അവളെല്ലാം എന്നോട് ഷെയർ ചെയ്യുന്നുള്ളത്. അപ്പോൾ അയാളെക്കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടോ, അയാൾ പുറത്ത് നല്ല പകൽമാന്യനാണ്. കാരണം നല്ലൊരു മനുഷ്യനാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ കല്യാണാലോചന വരെ വന്നത്. ചേച്ചീൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ അയാൾ ഭയങ്കരമായിട്ട് നിർബന്ധിക്കും, അവളെ ഫോഴ്സ് ചെയ്യിപ്പിക്കും, നീ സംസാരിക്കുന്നുള്ളൂ. എന്നിട്ട് അവളൊന്നും അറിയാത്ത പോലെ പറയും. അപ്പോഴൊന്നും ഞങ്ങൾക്കറിയാം, അവൾ ആദ്യമേ എന്നോട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, എന്നോട് മറ്റു പല ഫ്രണ്ട്സിനോട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, ഞാനിങ്ങനെ പെട്ടെന്ന് വിളിക്കുമ്പോൾ എന്നിട്ട് ഞങ്ങളിങ്ങനെ എവിടെയെന്നൊക്കെ ചോദിക്കും. എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവളിവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ അധികം സംസാരിക്കില്ല. കാരണം അയാൾ അവിടെ ഉണ്ട് എന്ന് നമ്മൾ കാണിക്കുകയാണ്. അവൾക്കൊന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ, അവളെ അവസ്ഥ ഒന്ന് പറയാൻ പോലും അവൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് ശരിക്കും അവൾ ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് അവൾ പോയത്, അത്രയും കരഞ്ഞ് അത്ര വിഷമിച്ചിട്ട് അവൾ പോയത്. ഒന്ന് ഷെയർ ചെയ്യാനും, ആ വീട്ടിലൊരു മനുഷ്യൻ അവൾക്ക് വയ്യാണ്ട് കിടന്നാൽ പോലും ആരും തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് ഒരു മരുന്ന് വാങ്ങിക്കൊടുക്കാൻ, അവൾക്ക് വയറിനൊക്കെ സുഖമില്ലാണ്ടും ഒട്ടും വയ്യായിരുന്നു, ഫുഡ് കഴിക്കാനൊന്നും വയ്യാണ്ടായപ്പോഴും അയാൾ ഗ്യാസിൻ്റെ ഗുളിക എടുത്ത് കഴിക്കാൻ പറഞ്ഞു. ഒന്ന് ആശുപത്രി പോകാനോ ഒന്നിനും അയാളെ സമ്മതിക്കണ്ടായിരുന്നില്ല. അവരുടെ ഫാമിലി അവരുടെ അമ്മയ്ക്ക് ഇതെല്ലാം അറിയാം, അവരുടെ നാത്തൂനും ഒക്കെ ഇതെല്ലാം അറിയാം. അവളെ നാത്തൂനൊക്കെ എല്ലാവർക്കും, ഫാമിലിയിലുള്ള എല്ലാവർക്കും ഇതറിയാം, അയാൾ അത്ര ഉപദ്രവിച്ചിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ അയാൾ കുറേ സാധനങ്ങൾ എടുത്ത് അവളെ കല്യാണ ഫോട്ടോ പോലും, മാരേജിൻ്റെ ഫോട്ടോ പോലും അവളെ കാണിച്ചിട്ടില്ല. അതുപോലും അവൾക്ക് കാണാൻ അയാൾ സമ്മതിച്ചിട്ടില്ല. അത് കാണണ്ടെന്നാണ് പറയുന്നത്. അതുപോലും സ്വന്തം അത്ര ആഗ്രഹിച്ചൊക്കെ കല്യാണം കഴിക്കുകയല്ലേ, ഒരു അത്ര ചെറിയ മനസ്സുള്ള പെൺകുട്ടിയാണ്. അത്രയും ഇഷ്ടപ്പെട്ട് ഓക്കെ ഇനി ലൈഫ് നന്നായിട്ട് പോകും, അവൾക്ക് ഫൈനലി ഒരു കൂട്ട് കിട്ടി എന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കുമ്പോൾ അയാൾ കല്യാണ ഫോട്ടോ പോലും, എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോ പോലും അവൾ കാണിച്ചില്ല. എന്നിട്ട് അയാളില്ലാത്ത ഒരു ദിവസമാണ് അവൾ അതെല്ലാം നോക്കുന്നത്. അയാൾ പെൻഡ്രൈവിലെല്ലാം എടുത്ത് വെച്ചിരിക്കുക, അയാൾക്കൊരു മേശവലിപ്പിൽ അയാളെല്ലാം പൂട്ടി വെക്കും. അങ്ങനെയൊക്കെ ഭയങ്കര ഇതായിരുന്നു അവളോട്. നമസ്കാരം. മലപ്പുറം ഇളങ്കൂറിൽ വിഷ്ണുജയുടെ മരണവുമായി ബന്ധപ്പെട്ട്, ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഭർത്താവായ പ്രബിൻ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഈ വിഷ്ണുജയുടെ മാതാപിതാക്കൾ ആരോപിക്കുന്നത് ഇങ്ങനെയാണ്: സീതനം കുറവായിരുന്നു, അവൾക്ക് സൗന്ദര്യമില്ല, അവൾക്ക് പൊക്കമില്ല എന്നൊക്കെ പറഞ്ഞ് നിരന്തരം മാനസികമായിട്ടും ശാരീരികമായിട്ടും ഈ പ്രബിൻ എന്ന് പറയുന്ന നിരപരാധി ഇവളെ നിരന്തരമായി പീഡിപ്പിക്കുമായിരുന്നു. അതിൽ മനംനൊന്താണ് ഇവള് ആത്മഹത്യ ചെയ്തത്. ഇത് ചിലപ്പോൾ ആത്മഹത്യ ചെയ്യാനും അല്ല ചിലപ്പോൾ ഒരു കൊലപാതകം തന്നെ ആകും എന്നുള്ള ആരോപണങ്ങളാണ്
ഈ പറയുന്ന വിഷ്ണുജയുടെ മാതാപിതാക്കൾ എന്ത് ചെയ്തു പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു. കാരണം അവൻ കസ്റ്റഡിയിലാണ്. ഇപ്പോൾ ഈ വിഷ്ണുജയുടെ കൂട്ടുകാരികൾ തന്നെ ഒരുപാട് പേര് വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവൾക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ അവൾ ഈ ഭർത്തൃ വീട്ടിൽ അനുഭവിച്ച ക്രൂരതകളെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ അവരുടെ ഒരു കൂട്ടുകാർ വന്ന് കൊട്ടിക്കരഞ്ഞുകൊണ്ട് കുറെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഇവന് ശാരീരിക ഉപയോഗത്തിന് വേണ്ടി മാത്രമാണ് ഈ വിഷ്ണുജയെ ഉപയോഗിച്ചിരുന്നെന്നും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനോ അവർക്ക് സമ്മതിക്കില്ലായിരുന്നു എങ്കിലും ഇവിടെ ആൽബം, ഇവരുടെ എൻഗേജ്മെന്റ് ആൽബം പോലും ഇവിടെ കാണിച്ചിട്ടില്ല. എൻഗേജ്മെന്റ് ആൽബം ആയിക്കോട്ടെ, ഈ പറയുന്ന മാരേജ് ആൽബം ആയിക്കോട്ടെ, കല്യാണ ആൽബം ഇതുവരെയായിട്ടും വിഷ്ണുജയെ കാണിച്ചിട്ടില്ല. അത്രമേൽ ക്രൂരത കാട്ടിയിരുന്നു. അതുമല്ല, ഈ കാണിക്കുന്ന ക്രൂരതകൾക്കെല്ലാം ഈ പറയുന്ന പ്രഭിന്റെ അമ്മയ്ക്കും പ്രഭിന്റെ സഹോദരിക്കും ഇതെല്ലാം അറിവുണ്ടായിരുന്നു. അവരുടെ അറിവോട് കൂടിയാണ് ഇവൻ ഈ പറയുന്ന ക്രൂരതകളൊക്കെ ചെയ്തത് എന്നും ഇതിനു മുമ്പേ ഒരിക്കൽ ഇവൾ ഇതുപോലെ ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുണ്ട് എന്നും അത്രയ്ക്കുള്ള കൊടും ക്രൂരതകളാണ് ഭർത്തൃ വീട്ടിൽ ഈ പറയുന്ന വിഷ്ണുജയ്ക്ക് അനുഭവിക്കേണ്ടി വന്നതെന്നും ആരുമായിട്ടും വാട്സപ്പ് ചാറ്റോ അല്ലെങ്കിൽ ഒരു കോള് പോലും വിളിക്കാൻ അവൻ അനുവദിക്കില്ലായിരുന്നു. ഇവന് പരസ്ത്രീ ബന്ധം ഉണ്ടായിരുന്നുവെന്നും അത് ചോദ്യം ചെയ്തപ്പോഴാണ് ഈ വിഷ്ണുജയ്ക്ക് നേരെ ഇവൻ ഈ പറയുന്ന ഗാർഹിക പീഡനം അല്ലെങ്കിൽ ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നടത്തിയതെന്നും അതുകൊണ്ട് ഈ വിഷ്ണുജയുടെ പേരിൽ വിഷ്ണുജയ്ക്ക് വേറെ പലരുമായിട്ട് ബന്ധമുണ്ട്, വേറെ പലരുമായിട്ട് അന്യ ശാരീരിക ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ ഇവളെ എന്ത് ചെയ്തു, അടിച്ചമർത്തുകയും ഇവളെ മാനസികമായിട്ടും ശാരീരികമായിട്ട് ഉപദ്രവിക്കുമായിരുന്നു. അതുപോലെ ഇത് പുറത്ത് പറയരുത്, പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരും കൂടെ നിൽക്കില്ല എന്ന് ഈ പറയുന്ന പ്രഭിന്റെ അമ്മയും സഹോദരിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു വോയിസ് പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഞെട്ടിക്കുന്ന സംഭവമാണ്. ഇത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.